പഞ്ചായത്തിലെ കണ്ണമാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി INS ദ്രോണാചാര്യ വരെയുള്ള പ്രദേശങ്ങളിലെ കടൽക്കയറ്റം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി. ഈ പ്രദേശത്തെ കടൽഭിത്തി നിർമ്മാണം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ട KR ചെല്ലാനം കൊച്ചി ഭാരവാഹികളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തീരദേശ ജനത അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ അക്കമിട്ട് നൽകിയ നിവേദനവും വിലയിരുത്തിയ ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. 17 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ തീരത്ത് ആദ്യഘട്ടത്തിൽ ചെല്ലാന മിനി ഫിഷിംഗ് ഹാർബർ മുതൽ ചെറിയ കടവ് വരെ 12 കിലോമീറ്റർ പ്രദേശത്ത് ടെട്രോപാഡ് കടൽഭിത്തി നിർമ്മാണം സർക്കാർ പ്രഖ്യാപിക്കുകയും 344 കോടി രൂപ അനുവദിക്കുകയും ചെല്ലാന മുതൽ കണ്ണമാലി പുത്തൻതോട് വരെയുള്ള 7.3 കിലോമീറ്റർ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ശേഷിക്കുന്ന പ്രദേശങ്ങളിലെ കടൽഭിത്തി തീർത്തും തകർന്ന അവസ്ഥയിലായതിനാൽ ഈ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കടലാക്രമണം മൂലം കനത്ത ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് KR ചെല്ലാനം കൊച്ചി ഭാരവാഹികൾ വിശദമാക്കി. ഈ സ്ഥിതിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും KR ചെല്ലാനം കൊച്ചി ഭാരവാഹികൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടു. KRLCC ഭാരവാഹികളായ ഫാദർ ജിജു ജോർജ് അറക്കത്തറ, ജോസഫ് ജൂഡ്, KLCA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, KR ചെല്ലാനം കൊച്ചി ഭാരവാഹികളായ ഫാദർ ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട്ട്, ഫാദർ സോളമൻ ചാരങ്കാട്ട്, ഫാദർ ജോൺസൺ പുത്തൻവീട്ടിൽ, ഫാദർ ആന്റണി കുഴിവേലി, സോഫി രാജു, മെറ്റിൽഡ മൈക്കിൾ എന്നിവർ കൊച്ചി MLA KJ മാക്സിക്കൊപ്പമാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. ഒന്നാംഘട്ട ടെട്രോപാഡ് കടൽഭിത്തി നിർമ്മാണത്തിൽ ശേഷിക്കുന്ന പുത്തൻതോട് മുതൽ ചെറിയ കടവ് വരെയുള്ള നിർമ്മാണ പ്രവൃത്തിക്ക് ആവശ്യമായ പണം അനുവദിക്കുകയും നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യുക. ചെറിയ കടവ് മുതൽ ബീച്ച് റോഡ് വരെ നടത്തേണ്ട രണ്ടാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് ഭരണാനുമതി ലഭ്യമാക്കുകയും ഒന്നാംഘട്ട നിർമ്മാണ പ്രവൃത്തികളുടെ തുടർച്ചയായി തന്നെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യുക. ഒന്നാംഘട്ട നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി നടക്കേണ്ട പുലിമുട്ടുകളുടെയും കടൽഭിത്തിയുടെയും നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുക. തീരം സമ്പുഷ്ടീകരിക്കുക. കായലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കൽ ഇതിനായി ഉപയോഗിക്കുക എന്നീ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു. ഇപ്പോഴുള്ള ദുരിതാവസ്ഥ പരിഹരിക്കുന്നതിന് ചെല്ലാനം കടലോരത്തിന് സമാന്തരമായി നിർമ്മിച്ചിട്ടുള്ള വിജയൻ കനാലിനെയും അതിലേക്ക് എത്തിക്കുന്ന തോടുകളിലെയും എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കുക. ബലവത്തായ താൽക്കാലിക തടയണകൾ നിർമ്മിച്ച് ശക്തമായ കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുക. കടലാക്രമണത്തിൽ വാസയോഗ്യമല്ലാതായി മാറിയ വീടുകളിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിത വാസസ്ഥലം ഒരുക്കുക. കടലാക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ അടിയന്തര ആവശ്യങ്ങളും KR ചെല്ലാനം കൊച്ചി ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഷെക്കേന ന്യൂസ്, തിരുവനന്തപുരം.